നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോരാട്ടങ്ങൾ ഏറെ കണ്ട ഡോട്ട്മുണ്ടിൻ്റെ മൈതാനത്ത് ഇതൊരു വമ്പൻ പോരാട്ടം നടക്കുകയാണ്. FC ബാഴ്സലോണയും ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു. ആദ്യ പാദത്തിൽ ബാഴ്സലോണയിൽ വെച്ച് 4 ഗോളുകളുടെ പരാജയമാണ് ഡോട്ട്മുണ്ട് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് അവർ പുറത്തായ മട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കണം. ആ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ BVBയുടെ കോച്ചുള്ളത്. ഈ കളിയിലേക്ക് വരുമ്പോൾ നിലവിൽ ഫോം ഗൈഡ് ബാഴ്സലോണ അവസാനമായി കളിച്ച 5 കളികളിൽ ഒന്നുപോലും തോറ്റിട്ടില്ല. 4 വിജയങ്ങളും ഒരു സമനിലയുമാണ്. അതേസമയം ബൊറൂസിയ ഡോട്ട്മുണ്ട് അവസാനമായി കളിച്ച 5 കളികളിൽ 2 കളികളെ വിജയിച്ചിട്ടുള്ളൂ. 2 തോൽവികളും ഒരു സമനിലയും അവർ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ 12:30 നടക്കുന്ന കളി അവർക്ക് ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് യുവേഫ ഒഫീഷ്യലി പുറത്തുവിടുന്നുണ്ട്. 3 കളികൾ ബാഴ്സ വിജയിച്ചപ്പോൾ 1 കളി സമനിലയായി. ഒറ്റ കളിയും ഡോട്ട്മുണ്ട് വിജയിച്ചിട്ടില്ല ബാഴ്സയോട്. 3 ഗോളുകൾ ബൊറൂസിയ ഡോട്ട്മുണ്ട് ബാഴ്സയുടെ വലയിലേക്ക് അടിച്ചപ്പോൾ തിരികെ 10 ഗോളുകൾ ബാഴ്സ ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രപരമായിട്ട് തന്നെ ആധിപത്യം FC ബാഴ്സലോണക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിക്കോ കൊവാച്ച് ഡോട്ട്മുണ്ടിൻ്റെ കോച്ച് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ഈ സിറ്റുവേഷനിൽ വളരെ അവെയറാണ്. കംപ്ലീറ്റ്ലി വ്യത്യസ്തമായ ഞങ്ങളുടെ ഒരു മുഖമായിരിക്കും ഞങ്ങൾക്ക് കളിക്കളത്തിൽ ഈ കളിയിൽ കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും മിറാക്കിൾസ് സംഭവിക്കാം. പലതവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ബാഴ്സലോണ ഈ വർഷം ഒരു കളിയും തോറ്റിട്ടില്ല എന്ന്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷ വെക്കുകയാണ്. ആദ്യ മിനിറ്റ് മുതൽ ഞങ്ങൾ പോരാടണം. ആരാധകരുടെ പിന്തുണയോടുകൂടി പോരാടണം. എങ്കിൽ മാത്രമേ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. മികച്ചൊരു പെർഫോമൻസ് പുറത്തെടുക്കേണ്ടതുണ്ട് എന്നാണിപ്പോൾ കൊവാച്ച് പറയുന്നത്. അതേസമയം ഇങ്ങനെ ഒരു തിരിച്ചടിയുടെ സാധ്യതയുണ്ടോ എന്നുള്ളത് ഹൻസി ഫ്ലിക്കിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്ന മറുപടി, ഐ ഹാവ് ആബ്സല്യൂട്ട് കോൺഫിഡൻസ് ഇൻ മൈ ടീം. എൻ്റെ ടീമിൽ എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നാളത്തെ മത്സരം, അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ്, നാളത്തെ മത്സരം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരിക്കും. എൻ്റെ ടീം എൻജോയ് ചെയ്ത് കളിക്കണം. യൂറോപ്പിലെ ടോപ്പ് ഓപ്പണൻസിൽ ഒന്നിനോട് മികച്ചൊരു പ്രകടനം എൻ്റെ ടീം നടത്തണം. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് ഹൻസി ഫ്ലിക്കും പറയുന്നു. ചുരുക്കത്തിൽ 4 ഗോളിൻ്റെ ലീഡുണ്ട് FC ബാഴ്സലോണക്ക്. ഒന്ന് പൊരുതി നോക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഡോട്ട്മുണ്ടും വരുന്നത്. നമുക്ക് മികച്ചൊരു കളി കാണാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.